ഡൽഹി മദ്യനയ അഴിമതിയിലെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ. അനുകൂല നയരൂപീകരണത്തിന് പ്രതിഫലമായി കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും ഇഡി വ്യക്തമാക്കി. കേസിൽ റോസ് അവന്യൂ കോടതിയിൽ വാദം തുടരുകയാണ്. ഡൽഹി മദ്യനയ രൂപീകരണത്തിൽ കെജ്രിവാൾ നേരിട്ട് പങ്കാളിയായിരുന്നു. കോടികൾ കൈക്കൂലി വാങ്ങിയാണ് നയം രൂപീകരിച്ചത്. കോഴപ്പണം കൈകാര്യം ചെയ്യുന്നതിലും മുഖ്യമന്ത്രി ഇടപെട്ടു. കോഴപ്പണം AAP ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നും ഇഡി കോടതിയെ അറിയിച്ചു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ വൻ സുരക്ഷയാണ് കോടതി പരിസരത്ത് ഒരുക്കിയത്. ഡൽഹി എക്സൈസ് നയം രൂപീകരിക്കാനുള്ള വിദഗ്ധ സമിതിയെ നിയോഗിച്ചായിരുന്നു എങ്കിലും ഇതൊരു കടലാസ സമിതിയായിരുന്നു. കൈക്കൂലി നൽകിയവർക്കും കൂടുതൽ പണം നൽകിയവർക്കും ലൈസൻസ് നൽകിയെന്നാണ് ഇഡി കോടതിയിൽ വ്യക്തമാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിടണമെന്ന് ഇഡി ആവശ്യപ്പെട്ടു. മുതിർന്ന അഭിഭാഷകൻ വിക്രം ചൗധരിയാണ് കെജ്രിവാളിനു വേണ്ടി ഹാജരായത്. അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് ഇഡി കോടതിയിൽ പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു കോടതിയിൽ പറഞ്ഞു. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ വിജയ് നായർ കെജ്രിവാളിന്റെ വീടിനരുകിലാണ് താമസിച്ചിരുന്നത്. AAPയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവിയായിരുന്നു വിജയ് നായർ. മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിന്റെ വീട്ടിൽ താമസിച്ചാണ് വിജയ് നായർ കൈക്കൂലി ഇടപാടുകൾക്ക് ഇടനില നിന്നത്. സൗത്ത് ഗ്രൂപ്പിന്റെയും AAPയുടെയും ഇടനിലക്കാരനായാണ് വിജയ് നായർ പ്രവർത്തിച്ചത്. നയരൂപീകരണത്തിന്റെ പേരിൽ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു. കേസിൽ ചോദ്യം ചെയ്ത പലരുടെയും മൊഴികളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. അതേസമയം തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുമ്പ് അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി കെജ്രിവാൾ പിൻവലിച്ചിരുന്നു. കീഴ്ക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതിയെ നിർദ്ദേശിക്കുക എന്നത് മുന്നിൽ കണ്ടായിരുന്നു നീക്കം. മദ്യനയ കേസിൽ അറസ്റ്റിലായ BRS നേതാവ് K കവിതയുടെ ജാമ്യ ഹർജി പരിഗണിക്കാനും സുപ്രീം കോടതി തയ്യാറായില്ല. പകരം വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. K കവിതയുടെ ഹർജി പരിഗണിച്ച അതേ ബെഞ്ച് തന്നെയായിരുന്നു കെജ്രിവാളിന്റെ ഹർജിയിൽ പരിഗണിക്കാനിരുന്നത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ദേശീയ തലസ്ഥാനത്ത് വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഡൽഹിയിൽ AAP പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ 2 മന്ത്രിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മന്ത്രിമാരായ അതിഷിയെയും സൗരഭ് ഭരദ്വാജിനെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ 1 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇഡി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 9 തവണ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന കെജ്രിവാളിന്റെ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ രാത്രി 7:05-ന് ഇഡി സംഘമെത്തി. രാത്രി 9:11-ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 11:10-ന് ഇഡിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയാണ് മദ്യനയം പ്രഖ്യാപിക്കുന്നത്. 2021 മാർച്ച് 22-ന് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക, മദ്യമാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മദ്യനയം അവതരിപ്പിക്കപ്പെട്ടത്. മദ്യപാനത്തിനുള്ള നിയമപരമായ പ്രായം 25-ൽ നിന്ന് 21 വയസ്സായി കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു നയത്തിലുണ്ടായിരുന്നത്. നഗരത്തെ 32 സോണുകളായി തിരിച്ചു. ഓരോ സോണിലും പരമാവധി 27 ഔട്ട്ലെറ്റുകൾ തുറക്കാം. ലേലം നടത്തി 849 ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി. ഇതോടെ സർക്കാരിന് മദ്യവിൽപ്പനയിലുള്ള നിയന്ത്രണം അവസാനിച്ചു. പണം കെട്ടിവയ്ക്കാൻ ആവശ്യത്തിലധികം സമയം സർക്കാർ അനുവദിച്ചുവെന്നും ഇതിലൂടെ സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി.